ഫാമിലി, ഞാൻ കിരൺ. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റിപ്പബ്ലിക് സ്ക്വയറിലാണ്. അർമേനിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഇരാമലിലെ റിപ്പബ്ലിക് സ്ക്വയറിലാണ്. അപ്പോൾ ഇവിടെയാണിപ്പോൾ മോസ്റ്റ്ലി എല്ലാ ഫെസ്റ്റിവൽസും എല്ലാ ഫങ്ഷൻസൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ പാർട്ടിയൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിന് ഞാൻ ഇവിടെ തന്നെ വരുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ വാട്ടർ ഫെസ്റ്റിവൽ എന്ന് പറയും, ജൂർ ഫെസ്റ്റിവൽ എന്ന് പറയും. അപ്പോൾ അതിന് ഞാൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടിരിക്കും. ഗൈസ്, ഇപ്പോൾ ഒരു 8:30 പറഞ്ഞാൽ വിശ്വസിക്കും. ഒരു 8:30 സമയം 8:30. പക്ഷെ നല്ല വെളിച്ചമുണ്ടല്ലേ, നല്ല ലൈറ്റിംഗ് ഉണ്ടല്ലേ. ഇവിടെ ഒരു 8:30 സൺസെറ്റൊക്കെ വരുന്നത്. എന്നിട്ടും ലൈറ്റിംഗ് ഒന്നും പോയിട്ടില്ല. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പോലെ ഒരു ലൈറ്റൊക്കെ പോയി ഇരുട്ടായി തുടങ്ങും. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത് മാരിയറ്റ് ഹോട്ടലാണ് ഗൈസ്, ആ ലൈറ്റിംഗ് ഒക്കെ കാണുന്നത്. പിന്നെ ബാക്കിയൊക്കെ ഹോട്ടലും ഒഫീഷ്യൽ ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ ഇതൊക്കെയാണ്, റെസിഡൻസ് അങ്ങനെ ഇതൊക്കെ ഓഫീസൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ഫൗണ്ടേഷൻ കണ്ടില്ല, അവിടെ വാട്ടർ ഷോസും വാട്ടർ ഡാൻസൊക്കെ ഉണ്ടാവാറുണ്ട്. ലൈറ്റ് ആൻഡ് ഷോ അങ്ങനെ ഷോസൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കാണാനില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു ഫെസ്റ്റിവലാണ്, അർമേനിയയിലെ ഒരു ഫേമസ് ഫെസ്റ്റിവലാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ആ ഫൗണ്ടേഷനിൽ ഇറങ്ങി കുളിക്കുകയും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുക, അതൊക്കെയാണ്. അന്നത്തെ ദിവസം ആരമേത്ത് വേണമെങ്കിലും വെള്ളം ഒഴിക്കാം. അതാണ് ഇവിടുത്തെ ഒരു ഇത്. നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കും. നമുക്കും അതുപോലെ ആരെങ്കിലും തലയിൽ കൊണ്ട് ഈ വെള്ളം ഒഴിക്കാം. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഒരു ഫെസ്റ്റിവലാണത്. നമ്മൾ ഫോൺ മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ലൈറ്റ് ടെക്കിംഗ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ടെന്ന്, ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ ഇതൊക്കെ വരുന്നത്. നൈറ്റ് ലൈഫ് ഇനിയാണ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനി അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് കുറച്ച് സൂവനിയറുകൾ വിൽക്കുന്ന നല്ലൊരു ഐഡിയ ആണ്. ഒരു ആൻറ്റി കാറ്, അതിൽ സൂവനിയറുകൾ വെക്കുന്നു. നന്നായിട്ടുണ്ട്. പക്ഷേ നല്ല റേറ്റാണ് ഗൈസ്. ചുമ്മാ ഷോയ്ക്ക് മാത്രമല്ല, നല്ല റേറ്റുമാണ് ഇതിനൊക്കെ. അപ്പോൾ ഇന്നൊരു വീക്ക് ഡേ ആയിട്ടാണ് ഇത്രയും ക്രൗഡ് വരുന്നുണ്ട്. അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ക്രൗഡ് എന്തായിരിക്കും അല്ലേ, നല്ല ക്രൗഡ്, അത്യാവശ്യം നല്ല ക്രൗഡാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നിറയെ ടൂറിസ്റ്റും ഉണ്ട്, അതുപോലെ ലോക്കൽസും ഉണ്ട്. നല്ല ക്രൗഡാണ്. ലൈറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ ഇതാണ് നോർത്തേൺ അവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് മോസ്റ്റ്ലി എല്ലാ റെസ്റ്റോറൻറ്റ്സും, ഫേമസ് ആയ എല്ലാ റെസ്റ്റോറൻറ്റ്സും, ഇങ്ങനെ ഷോപ്പിംഗ്സ് ഏരിയാസൊക്കെ ഇനി അങ്ങോട്ടാണ്. അപ്പോൾ നല്ല KFC, ബർഗർ കിങ്, അതുപോലെ ഇവിടുത്തെ ആയിട്ടുള്ള ഒരുപാട് ഒതൻറ്റിക് അർമേനിയൻ റെസ്റ്റോറൻറ്റ്സ്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, അങ്ങനെ ഷോപ്പിങ്ങിന് പരമായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എല്ലാ ഇതും ഒരുമിച്ച് ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നല്ല ക്രൗഡും ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ, നോർത്തേൺ അവന്യൂ. ഇവിടെയാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും വരിക. ഇപ്പോൾ ഈവനിങ് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും നടക്കാൻ ഇറങ്ങാനും അങ്ങനെ നല്ലൊരു പ്ലേസാണ് ഇവിടെ. ഗൈസ്, അപ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒരാളിരുന്ന് പോർട്രേറ്റ് ചിത്രം വരയ്ക്കുകയാണ്. നല്ല ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു. അയാളുടെ ആർട്ടുമാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ നല്ല ആർട്ടിസ്റ്റായി ഒരുപാട് ആൾക്കാരുണ്ട് തോന്നുന്നു. നമുക്ക് വീടിൻ്റെ വാളിലൊക്കെ നല്ല ആർട്ട് കാണാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സ്പ്രേ പെയിൻറ്റിങ്. ഗൈസ്, അപ്പോൾ ഇനി അങ്ങോട്ട് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല പ്രീമിയം റെസ്റ്റോറൻറ്റുകളും നോർമലായിട്ടുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും ഈ ഒരു സൈഡിൽ തന്നെയാണ്. എല്ലാ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ നല്ല തിരക്കാണ് ഗൈസ്. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്കാണ്. എല്ലാവരും ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ബിയറൊക്കെ അടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് നല്ല അത്യാവശ്യം പ്രീമിയം വണ്ടികളുടെ ഇതാണ്, റെൻ്റേ കാറാണ്. അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടികളൊക്കെ ഇവിടെ റെൻ്റേ കാറുണ്ട്. ഇതുപോലെ ലാൻഡ് ക്രൂസറോ, റാമോ, ജി വാഗൺ, അത്യാവശ്യം എല്ലാ
എല്ലാ നല്ല വണ്ടികളും നമുക്ക് റെൻ്റ് എടുക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇതാണ് അർമേനിയയുടെ ഒപ്പേര ഹൗസ്. ഇവിടുത്തെ ഒപ്പേര ഹൗസ് ഇപ്പോൾ എല്ലാ ഒരു കൺട്രിക്ക് ഒരു ഒപ്പേര ഹൗസ് ഉണ്ടാവുമല്ലോ, നാഷണലായിട്ടുള്ള എല്ലാ സെറിമണീസ് നടക്കാനും. പിന്നെ ഇവിടെ ഒരുപാട് ഷോസ് നടക്കാറുണ്ട്. ഇപ്പോൾ മ്യൂസിക്കൽ ഷോസ്, മാജിക് ഷോസ്, അങ്ങനെ ഒരുപാട് ഷോസും ഇവിടെ ഇങ്ങനെ നടക്കാറുണ്ട്. ഇതാണിപ്പോൾ ഒപ്പേര ഹൗസ്. അത്യാവശ്യം വലിയൊരു ഹാളാണ്, ഒരു തിയേറ്ററാണ്, ഷോസൊക്കെ നടക്കാറുണ്ട്. ഗൈസ്, അപ്പോൾ ഇത് ഇവിടെ ഒരു ഒരു അഡ്വർടൈസ്മെൻ്റ് ഒരു വേറൊരു രീതിയാണ്. ഇങ്ങനെ ആൾക്കാരിങ്ങനെ പുറകിൽ സ്ക്രീൻ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ നടക്കും. അത് അഡ്വർടൈസിൻ്റെ വേറൊരു രീതിയാണ്. പിന്നെ ആ പച്ച ഷർട്ട് എടുക്കുന്നത് എൻ്റെ കൂടെ വന്നതാണ്, ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്നതാണ്, എൻ്റെ കൂടെ വന്നതാണ്. മുഖം കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.